ഗായ്സ് വെൽക്കം ബാക്ക് ടു അറ്റാൽ ഫിഷിംഗിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇടാൻ വേണ്ടി പോകുന്ന ചൂണ്ടയാണ്. ഇത് പൊങ്ങൊക്കെ ഉണ്ട്, നമ്മൾ തീറ്റയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടി പോകണം. ഈ ഒരു കാണുന്ന കുളത്തിലാണ് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ മോട്ടർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ കല്ലട കാണും. ഞങ്ങളിവിടെ ഇതിന് കല്ലട എന്നാണ് പറയുന്നത്. നിങ്ങളിവിടെ എന്നാ പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇടാൻ വേണ്ടി പോവാണ് ഗൈസ്. ചൂണ്ടിടുമ്പോഴേ ഒന്ന് കൊത്തുമ്പോൾ കാണാം. നിങ്ങൾ ആ പൊങ്ങിൻ്റെ അകത്തോട്ടൊന്ന് സൂം ചെയ്ത് കാണിച്ചേടി. കണ്ടോ കൊത്തുന്നുണ്ടോ? അങ്ങനെ അതുപോലെ അങ്ങ് പോകും. ഇതുണ്ടോ, ഇത് ഇങ്ങനെ ഉക്കപ്പ് കൊടുക്കുമ്പോൾ പോകും. കണ്ടോ, അതിനെ കിട്ടിയില്ല, അത് പോയി. കുന്നൊടി ഒന്ന് ഇട്ടാ സൂം ചെയ്യുന്നു കേട്ടോ. ഇടയ്ക്ക് കൈ കയറി മനേജ് വീണ്ടും കൊത്തുന്നുണ്ട്. കാണുന്നുണ്ടോ? കൊത്തുന്നുണ്ട്. ഇപ്പോൾ പതുക്കെയാണോ അവൻ കൊത്തുന്നത്? ചിലപ്പോൾ അടിയിലോട്ട് വലിക്കാനുള്ള സാധ്യത എന്താണ്? ഈ തീറ്റയും കൊണ്ടുവരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതാണ് ഗോതമ്പാണ് ഇടുന്നത്. കുഴച്ചിട്ട് അത് ഇങ്ങനെ കോർത്തിടുന്നുണ്ടോ? ഇതുണ്ടോ, ഇത് നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ ഇടും. നേരെ വെല്ലം വന്ന് കുത്തും. അതും കാണത്തില്ലായിരിക്കും. നമ്മൾ പൊക്കി ഇത്തിരി പൊക്കിയിട്ടെ. അവിടെയൊക്കെ വെട്ടുന്നുണ്ട്, വരാറുണ്ട്, നല്ലതുണ്ട്. കാണിച്ചു തരാം. നമ്മുടെ തീറ്റയൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഈ കല്ലിൻ്റെ ചെരുവിലോട്ടൊക്കെയാണ് നമ്മളിടുന്നത്. നമ്മൾ കൊത്തൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഇതുണ്ടോ, കൊത്തൊന്നും കാണാം, ചെറുതായിട്ടുള്ളൂ കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് കൊത്തുന്നുണ്ടോ വലിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ വലിച്ചങ്ങ് കൊണ്ടുപോട്ടെ. ഉണ്ടോ, അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടോ, ഇതിൻ്റെ ഇവിടെ ഞങ്ങൾ പേര് പറയുന്നതെന്ന് പറയുമ്പോൾ കരിപ്പിടി എന്നല്ല ഞങ്ങൾ പറയുന്നത്. നിങ്ങളെ പോലത്തെ വാക്കൊന്നുമല്ല. ഞങ്ങളിവിടെ കല്ലട എന്നാണ് ഇതിന് പറയുന്നത്. നിങ്ങളവിടെ എന്നാ പറയുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതുവരെയായിട്ടും വീഡിയോ ഇട്ടിട്ട് നിങ്ങളൊരു കമൻറ്റ് പോലും തരുന്നില്ല ഗൈസ്. അപ്പം നമുക്ക് ഇതൊന്ന് ഊരിയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ഇടാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. കാണിച്ചു തരുന്നാണ്ടേ. അല്ലേ സോടെ കുത്തുന്നുണ്ട്. നല്ല കൊത്താണ് കുത്തുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്നത് തീറ്റി കൊണ്ടുപോയി. ഗൈസ് നമുക്കിത് കുറച്ച് മീനേ ഉള്ളൂ ഗൈസ് കിട്ടിയുള്ളൂ. ഈ വലിയ കൊത്തൊന്നുമില്ല. നമ്മളിപ്പോൾ ഇത് നമ്മൾ ആ പഴയ ട്രിക്കാൻ എടുക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ വെള്ളത്തിലോട്ട് തന്നെ നോക്കി വെച്ചോ. ഇതുപോലെ അനക്കും. എന്നിട്ട് നമുക്ക് കല്ലടയൊക്കെ അവിടെ ഓടി വരും. അപ്പം നമ്മളിങ്ങനെ ഇടും. പഴയ ട്രിക്കാണ്. ഇതുണ്ടോ, കൊത്തുന്നുണ്ടോ? പക്ഷെ നൂല് വേണ്ടി കിടക്കുന്നുണ്ടോ അറിയത്തില്ല. കൊത്തുന്നുണ്ട്. അയ്യോ കൊത്തുപോയേ. അയ്യോ ഗായ്സ്, കൊത്തുപോയിരിക്കുന്നു ഗായ്സ്. മീനിന് വീടൊക്കെ ഉണ്ടോ? ഈ മീൻ പിടുത്തക്കാരൻ മീൻ പിടിക്കുന്നതറിയാൻ മേലേ. അടി അത്ര അടിപ്പിക്കണ്ട. എന്നാലും ഫോൺ വെള്ളത്തിൽ പോയാൽ പോയി ഗായ്സ്, നല്ല വിദഗ്ധമായിട്ട് പോയിട്ടുണ്ട്. ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ ശകുനം. ഇപ്പം വന്നേ പിന്നെ എനിക്ക് പിന്നെ ഒരു മീനെ കിട്ടിയിട്ടില്ല. നീ ആ പുറകു വശത്തൊന്ന് പോയിക്കാടാ. ഈ പോയിട്ട് വരുമ്പോൾ എനിക്കൊരു മീനെ കിട്ടിയില്ല അല്ലടി. നമുക്ക് പ്ലേസ് മാറ്റിയോ, സ്ഥലം ഒന്നും മാറ്റി. ഇവിടെ ഇരുന്നിരുന്ന് മടുത്തു. നീ ഇരി, കാണാവോ? നമുക്ക് അവിടേക്ക് ചെറിയുടെ അവിടെ പോയി നടക്കാറുണ്ട്. പൊങ്ങി ചെറുതായിട്ട് ഒടിഞ്ഞെന്ന് തോന്നുന്നു. ഒടിഞ്ഞു. ആണ്ട് പോയി.
പൊങ്ങാ വലിക്ക് ഒടിഞ്ഞു പോയി ഇവിടെ മീനുണ്ടായിരുന്നു ഗൈസ്. എന്ത് പറയാൻ, എൻ്റെ ഒരു കടി കാരണം വിട്ടുപോയി. ഇനി നല്ല സങ്കടമായി ഗൈസ്. കപ്പത്തിക്കണ്ട ഒരു മീനെങ്കിലും കിട്ടും ഇപ്പം. അവൻ അറിഞ്ഞില്ലേ, അവൻ പോയപ്പോഴത്തേ ഒരു മീനെ കിട്ടും ഇപ്പം. അതും പോയി. അവിടെ ഇട്ടു നോക്കാം, അവിടെ നല്ല ഒത്താണ്. നോക്കണം, നോക്കാം. ഫോൺ പിടിച്ചോളൂ. പിന്നെ ഫോൺ ഞാൻ പിടിക്കാം. അപ്പം ഗൈസ് നമ്മളൊന്ന് പ്ലേസ് മാറ്റുവാണ് ഗൈസ്. നമ്മളാണ്ട് അപ്പുറത്തോട്ട് പോവാണ്. ഇത് കണ്ടോ ഗൈസ്, അവിടെ ഒരു പരല് പൊങ്ങി പോകുന്നുണ്ടോ ഗൈസ്? ഇത് കാണാൻ പറ്റുമോ? ഒരു പരല് പൊങ്ങി പോകുന്നുണ്ടോ? പരല് പൊങ്ങി പോകുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് ഒന്നുകൂടി ഇടാൻ പോവാണ് ഇവിടെ. ഇത് കണ്ടോ, തീറ്റയൊക്കെ കുറച്ച് നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ ഈ സൈഡ് നല്ലൊരു വെട്ട് കാണുന്നു. ഇവിടെ നമുക്ക് നോക്കാം. കരലോട്ട് പോയേക്കാം. നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളു ഗൈസ്. അപ്പം നമ്മൾ അക്കരലോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ നമ്മളിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നിങ്ങൾ സബ്സ്ക്രൈബ്, ലൈക്കും ഷെയറും ചെയ്ത് വെച്ചോ. ഇനിയിപ്പോൾ നിങ്ങൾ കമൻറ്റ് ഒന്നും ചെയ്യുന്നില്ല ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ എന്നാ വീഡിയോ ഇടാനാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം, അല്ലേ? അങ്ങനെ ഇടും. നിങ്ങൾ സപ്പോർട്ടും ചെയ്യണം ഗൈസ്.